നമസ്കാരം, സൗമ്യ സൈഡ് ഓഫ് കുക്കിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ഒരു ട്രഡീഷണൽ ഐറ്റാണ്, കോഴിക്കോടിന്റെ സ്വന്തം ഉന്നക്കായ. നമുക്ക് എല്ലാവർക്കും ഉന്നക്കായ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? പക്ഷെ എല്ലാവർക്കും വിചാരം അത് ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ്. അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള, ഇതുവരെ കഴിക്കാത്ത ആൾക്കാർ എന്തായാലും ഉണ്ടാക്കി നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ ഞാനിപ്പോൾ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഏകദേശം ഇത്രേ പഴുക്കാൻ പാടുള്ളൂ, ഇതിൽ കൂടുതൽ പഴുക്കാൻ പാടില്ല. പിന്നെ ഒരുപാട് പച്ചയാവാനും പാടില്ല, ഒരുപാട് പഴുക്കാനും പാടില്ല. ഈ ഒരു ലെവലിലുള്ള പഴം വേണം എടുക്കാൻ. അതായത് ഇങ്ങനെ അമർത്തി നോക്കുമ്പോൾ അമരാൻ പാടില്ല. ഓക്കെ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള പഴമായിരിക്കണം. പിന്നെ ഇതിന് ഫില്ലിങ്ങിന് ആവശ്യം നമുക്ക് ഒരു തേങ്ങ, ഞാൻ ഒരു തേങ്ങ ചെറുവിയതാണ്. പിന്നെ അതുപോലെ 5 ടീസ്പൂൺ പഞ്ചസാര, 4 ഏലക്കായ. ഇത് ഞാൻ പൊടിച്ചെടുക്കും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഏലക്കായുടെ പൊടി ഇട്ടാലും മതി. പക്ഷെ ഞാൻ ഏലക്കായ പൊടിയല്ലല്ലോ, ഞാൻ ഏലക്കായ ആയിട്ടില്ല എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഏലക്കായുടെ പൊടി സെപ്പറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരു 1/2 സ്പൂൺ ഏലക്കായ പൊടി ഇട്ടാൽ മതി. അല്ലെങ്കിൽ ഒരു 1/4 സ്പൂണൊക്കെ ഇട്ടാൽ മതി. 1/4 സ്പൂൺ ടു 1/2 സ്പൂണിന്റെ ആവശ്യം വരില്ല. ഒരു 1/4 ടീസ്പൂൺ ഏലക്കായ പൊടി മതിയാവും. ഏലക്കായ മാത്രമായിട്ടാണ്. ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചു വെച്ചിരിക്കുന്നതാണെങ്കിൽ 1/2 ടീസ്പൂൺ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളത് ഒരുമിച്ച് പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പണി കഴിയും. ഈ പഞ്ചസാര അലിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇത് രണ്ടും കൂടെ പൊടിച്ചെടുക്കും. പിന്നെ വേണ്ടത് നെയ്യാണ്. അപ്പോൾ നെയ്യ് 1 ടീസ്പൂൺ വേണം. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, അതായത് കാഷ്നട്ടും കിസ്മിസും നമ്മുടെ ഇഷ്ടാനുസരണം എടുക്കാം. ഞാൻ എത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ടും നമ്മൾ എത്ര എടുക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടും. അപ്പൊ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പഴം ഉണ്ടല്ലോ, അതിനെ ഒന്ന് ജസ്റ്റ് മുറിച്ചിട്ട് 3 ആക്കി മുറിച്ചിട്ട് വേവാൻ വെക്കാൻ പോവാണ്. ഓക്കെ, ഈ പഴം ഇതിൽ നമുക്ക് തോന്നുന്നു ഒരു 8 എണ്ണം കിട്ടും എന്നാണ് എൻ്റെ ഒരു നിഗമനം. നമുക്ക് ഉണ്ടാക്കി നോക്കിയാൽ അറിയാം 8 എണ്ണം കിട്ടുന്നുള്ളത്. നമുക്കിപ്പോ ഈ നേന്ത്രപ്പഴം ഒന്ന് വേവാൻ വെക്കാം ആദ്യം, എന്നിട്ട് ഫില്ലിങ്ങിനുള്ള പരിപാടികൾ ചെയ്യാം കേട്ടോ. ഞാനിപ്പോ ഗ്യാസ് ഒന്ന് കത്തിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിനുള്ളിൽ ഞാൻ ഇതുപോലെ ഒരു സാധനം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ പേര് എപ്പോഴും മറന്നുപോകും. ഞാൻ ഇതിനെ കഴുത്തുപോലൊരു സാധനം എന്നാണ് എപ്പോഴും പറയണേ. അപ്പൊ ഇതിന്റെ പേര് എനിക്ക് മറന്നു. അപ്പൊ ഇതിന്റെ മുകളില് നമ്മള് നിറക്കി വെച്ചു കൊടുക്കാം. എന്നിട്ട് ഒരടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം. ഇനി വേറൊരു കാര്യം, നമ്മളൊരു 5 മിനിറ്റിൽ കൂടുതൽ ഈ സാധനം വേവിക്കാൻ പാടില്ല. പിന്നെ നേന്ത്രപ്പഴം ഒരിക്കലും ഒരുപാട് നേരം വേവിച്ച് കുഴകുഴന്നാക്കാൻ പാടില്ല. നമുക്ക് ശരിക്കും പറഞ്ഞാൽ കിഴങ്ങ് പോലെ കിട്ടണം പഴം വേവിച്ചത്. അപ്പോൾ ഒരു 5 മിനിറ്റ് വേവിച്ചാൽ മതി. ഇപ്പൊ നമ്മൾ ഇത് വെച്ചിട്ട് ഓൾമോസ്റ്റ് 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മളിവിടെ നോക്കുന്ന സമയത്ത് ഇത് കണ്ടോ, കുറച്ച് മുന്നോട്ട് നിൽക്കുന്ന ആ തൊലിയിൽ നിന്ന് ഇതാണ് വെന്തു എന്നുള്ളതിന്റെ സൈൻ കേട്ടോ. അപ്പൊ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഒന്ന് പൊറുക്കുന്ന ചൂടാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ലേശം ഒന്ന്, അതായത് നമുക്ക് തൊലി ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പൊ ആ ഒരു പരുവത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ആദ്യം നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പൊ അതിനായിട്ട് ആദ്യം ഒരു പാൻ വെക്കുക. എന്നിട്ട് ഇതിലേക്ക് ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ വരുന്ന രീതിയിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2-3 ടീസ്പൂൺ വരുന്ന രീതിയിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇട്ട് കൊടുക്കാം. ഇത്രയൊന്നും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വേണം നിർബന്ധമൊന്നുമില്ല. പിന്നെ എന്താന്ന് വെച്ചാല് നമ്മൾ എത്ര ഇടുന്നു അത്രയും ടേസ്റ്റ് അല്ലേ. 5-6 അണ്ടിപ്പരിപ്പും 5-6 മുന്തിരിങ്ങ ഇട്ടാലും മതി കേട്ടോ. നമ്മൾ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ചധികം അണ്ടിപ്പരിപ്പ് ഇട്ടിരിക്കണേ. ഇതിന് ഒരുപാട് മൂത്ത് വരുമൊന്നും വേണ്ട. ഇപ്പൊ ഏകദേശം ഒന്ന് ഫ്രൈ ആയി കണ്ടാല് നമുക്കതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയാൽ മതി. അതായത് ഇത് കേടുവരാണ്ടിരിക്കാൻ വേണ്ടി മാത്രം. ഇന്നുണ്ടാക്കി നാളെയും കഴിക്കുകയൊക്കെ ചെയ്യാം, കുഴപ്പമില്ല കേട്ടോ.
ഇതിൽ കുറച്ച് മോയ്സ്ചറൊക്കെ ഉണ്ടെങ്കിൽ ലേശം ഒന്ന് വറ്റാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ഇരിക്കും കേട്ടോ. പുറത്ത് വെക്കുകയാണെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞത്. ഇന്ന് ഉണ്ടാക്കി നാളെയും കൂടെ കഴിക്കാം, കുഴപ്പമില്ല. ഇതിൽ ഈ തേങ്ങയാണ് മെയിനായിട്ട് സ്മെല്ല് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് തേങ്ങത്തെ ലേശം മോയ്സ്ചർ ഒന്ന് പോയാൽ അത്രയും മതി. ഇത് ചുവപ്പ് കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. മതി, ഇത്രയും ആയാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ പഞ്ചസാര എടുത്തു വെച്ചിട്ടില്ലേ, ആ പഞ്ചസാര ഞാനൊന്ന് പൊടിച്ചു. പഞ്ചസാരയും ഏലക്കായും കൂടിയിട്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു 10 സ്പൂണിന്റെ ആവശ്യം ഉണ്ടാവില്ല, ഒരു 5-6 ടീസ്പൂൺ മതിയാവും. ഇതിന് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും കേട്ടോ. നമ്മളത് പൊടിച്ചിരിക്കുന്നതുകൊണ്ട് അങ്ങനെ അലിയാൻ ഒരുപാട് സമയം എടുക്കില്ല. ഞാൻ ആ ഏലക്കായയും കൂടിയിട്ട് പൊടിക്കുകയാണ് ചെയ്തത്. അതാകുമ്പോൾ ഏലക്കായ കടിക്കാൻ കിട്ടില്ല. ഇന്നിപ്പോ പെട്ടെന്ന് തന്നെ എല്ലാം മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മിശ്രിതം റെഡി. ഇനി നമുക്ക് പഴത്തിൻ്റെ ഉള്ളിലേക്ക് ഇതിലേക്കൊന്ന് നിറയ്ക്കാം. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്യണം കേട്ടോ. ഞാൻ ഈ പഴം ഉണ്ടല്ലോ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വേറെ കാര്യം പറയട്ടെ, നമ്മൾ ശരിക്കും ഉന്നക്കായ ഉണ്ടാക്കുമ്പോണ്ടല്ലോ ഈ നടുവിലത്തെ അരി ഉണ്ടല്ലോ അതിനെ മുറിച്ച് കളയണം എന്നാണ്. അതായത് കാണിച്ചുതരാം. ഇതാ ഈ ഭാഗം ഉണ്ടല്ലോ ഇതിനെ ഇങ്ങനെ മുറിച്ച് കളയണം. പക്ഷേ നമ്മളിപ്പോൾ ആ ബ്ലാക്ക് കളർ ഇട്ടുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷെ ആ ഒരു ബ്ലാക്ക് കളർ ഇങ്ങനെ കാണും ഇടയ്ക്കിടയ്ക്ക്, അത്രയേ ഉള്ളൂ. ഇത് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ വലിച്ചാൽ വരും കേട്ടോ. അത് ഒരു ഭാഗത്ത് നിന്ന് നാര് കിട്ടിയാലുണ്ടല്ലോ, നമ്മൾ വലിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് കിട്ടില്ല. അതായത് ഇതാ എടുത്തിങ്ങനെ വലിച്ചാൽ വരും സാധനം. കണ്ടോ, അത്രേ ഉള്ളൂ പണി. ഈ പഴം കറക്റ്റ് പെർഫെക്റ്റ് ആണ് കേട്ടോ. നമുക്ക് ഉന്നക്കായ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പഴമാണ് ഇത്. ഒരുപാട് പഴുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഉന്നക്കായ ഉണ്ടാക്കാൻ കിട്ടില്ല, അത് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ പഴം നിറച്ചത് ഉണ്ടാക്കുമ്പോൾ ഒരു ഇത്രയും കൂടെ ഒക്കെ പഴുത്താലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഉന്നക്കായ ഉണ്ടാക്കുമ്പോൾ അത് നടക്കില്ല. ഞാനിതൊന്ന് മാറ്റട്ടെ ഇവിടുന്ന്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഈ പഴത്തിനുണ്ടല്ലോ നന്നായിട്ട് കുഴയ്ക്കണം. കൈ ഉപയോഗിച്ച് കുഴച്ചാലേ ശരിയാവുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്ലൗസ് ഒക്കെ ഇട്ട് ചെയ്യാം, പ്രശ്നമില്ല. ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ കൈ കൊണ്ട് ഞാൻ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. നന്നായിട്ട് മാവ് പരുവത്തിൽ ഇതിലൊന്ന് കുഴച്ചെടുക്കാം കൈ കൊണ്ട് നന്നായിട്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ ഞാനിവിടെ പഴം ഉണ്ടല്ലോ നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് കട്ടയൊന്നും ഇല്ലാണ്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരോ ഉരുളിയാക്കാം. ഫസ്റ്റ് ഓരോ ഉരുളിയാക്കി വെക്കുക. അപ്പോൾ ഏകദേശം എത്ര ഉന്നക്കായ കിട്ടുമെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവും. ടോട്ടല് നമുക്ക് ഏകദേശം 8 ഉന്നക്കായ കിട്ടും, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഈ ഉരുട്ടി വെച്ചിട്ടില്ലേ, ആദ്യം ഒരു ഉരുള എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഓരോ ഉന്നക്കായക്ക് പരത്തുമ്പോഴും നമ്മൾ കയ്യിൽ എണ്ണയോ വെള്ളമോ തേക്കുക. അതാകുമ്പോൾ ഒട്ടിപ്പിടിക്കില്ല. ഇതിൽ ഈ കാഷ്യൂ നട്ട്സ് ഒക്കെ എല്ലാത്തിൻ്റെ ഉള്ളിൽ വെക്കുക കേട്ടോ. റീസൺസും കാഷ്യൂ നട്ട്സ് ഒക്കെ അപ്പോളേ എല്ലാം ഒരുപോലെ ഉണ്ടാവുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കുക.
കണ്ടോ എത്ര ഈസിയായിട്ട് നമ്മൾ പരത്തിയെടുത്തു. ഞാൻ കുറച്ച് എണ്ണയാക്കട്ടെ കയ്യിൽ. ഇനി ഒരു ഉരുള വെക്കുക, ഒരു കുഴി പോലെ ആക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഫില്ലിങ്ങിനെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തിയ ശേഷം ഇതിനൊന്നിങ്ങനെ കവർ ചെയ്യുക. കണ്ടോ ഈ ഫില്ലിങ് മുഴുവൻ കവർ ചെയ്ത് വരണം കേട്ടോ. അങ്ങനെ ആയിരിക്കണേ. ഞാൻ പിന്നെ നന്നായിട്ട് ഉന്നക്കായ ഉണ്ടാക്കാൻ അറിയുന്ന ആൾക്കാർക്കല്ല പറഞ്ഞിരുന്നത്, ഉന്നക്കായ ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാർക്കാണ് കേട്ടോ. അതുകൊണ്ട് ചിലപ്പോൾ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും. അപ്പോൾ ആരും കമന്റ് ചെയ്യണ്ട, ഉന്നക്കായ 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സംഗതിയാണ്, അത് 10 മിനിറ്റ് ആക്കി എന്ന് പറയരുത്. കാരണം ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാർക്കല്ലേ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. പിന്നെ അത് ഡീറ്റെയിൽഡായി പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവർക്ക് മനസ്സിലാവൂല. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ടൈം ഉന്നക്കായ ഉണ്ടാക്കിയപ്പോൾ ഇതിന്റെ ഈ പഴമൊക്കെ ഉണ്ടല്ലോ കുറച്ചധികം പഴുത്തതായിരുന്നു. എന്നിട്ട് ഉണ്ടാക്കിയിട്ട് ശരിയായതേ ഇല്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു എൻ്റെ അടുത്ത്, അങ്ങനെ പഴുത്ത പഴമാണെങ്കിൽ ഒരുപാട് പഴുത്താണ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ കുറച്ചും കൂടെ ഒക്കെ പഴുത്ത പഴമാണ് നമുക്ക് എന്താ പറയാ ഉരുട്ടിയിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ എടുത്ത പഴം കറക്റ്റ് ആണ് കേട്ടോ. അല്ലാതെ കുറച്ചും കൂടെ ഒക്കെ പഴുത്ത പഴമാണ് ഉരുട്ടിയിട്ട് വരുന്നില്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പൊടിക്ക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് മൈദ മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് റവ മിക്സ് ചെയ്യാം. അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. നമ്മൾ ഒരുപാട് ഫില്ലിംഗ് ഇട്ട് നിറച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ചിലപ്പോൾ ഇത് നമുക്ക് കവർ ചെയ്യാൻ പറ്റാണ്ടാവും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. ആവശ്യത്തിന് മാത്രം ഫില്ലിംഗ് ഇടുക കേട്ടോ അതിനകത്തോട്ട്. ഓക്കെ, അപ്പൊ നമ്മള് 1 2 3 4 5 6 7 8 ഉന്നക്കായ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ എടുത്തുവെച്ച എണ്ണ ഉണ്ടല്ലോ, ഏകദേശം 1 കപ്പ് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ എണ്ണയിലേക്ക് ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂൺ വരുന്ന രീതിയിൽ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് ഒന്നൊന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് എല്ലാ സൈഡും നമുക്ക് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്യണം. ഇതെല്ലാ സൈഡും ഒന്ന് മൊരിഞ്ഞു വരട്ടെ. ഇത് എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. ഹൈ ഫ്ലെയിമിലിടരുത്. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ. ഇത് കഴിച്ചു നോക്കാത്ത ആൾക്കാർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സംഭവമാണ് കേട്ടോ. അത് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഞാനത് ആദ്യം കഴിക്കുന്നത് എപ്പോഴാന്ന് അറിയാം, ഞാൻ ബാംഗ്ലൂർ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് റംസാന് എനിക്ക് കൊണ്ടു തന്നു. അങ്ങനെയാണ് ഞാൻ ഈ സാധനം ആദ്യമായിട്ട് കഴിക്കണത്. എന്നിട്ട് ഞാൻ അതിൻ്റെ റെസിപ്പി ചോദിച്ച് മനസ്സിലാക്കി. അവരുടെ അമ്മയെ വിളിച്ചിട്ട് റെസിപ്പി ചോദിച്ച് മനസ്സിലാക്കി ഞാൻ. അങ്ങനെയാണ് ഞാനത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും കേട്ടോ. ഇപ്പോൾ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ്. ശരിക്കും പറഞ്ഞാൽ കോഴിക്കോട് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ കാരണം എന്നറിയോ, അവിടെ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഭക്ഷണങ്ങൾ. കോഴിക്കോട് എന്നല്ല, മലബാർ ഏരിയ മുഴുവൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ മലബാർ പോകണം. കോഴിക്കോട്, കണ്ണൂര്, മലപ്പുറം. ഇത് ഒരുപാട് ഫ്രൈ ആയി കറുകറുന്നാവരുത്. എല്ലാ ഭാഗവും നല്ലോണം ഗോൾഡൻ ബ്രൗൺ കളർ ആയാൽ നമുക്ക് എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് എണ്ണ കുറച്ചിട്ട് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ, കുഴപ്പമില്ല. ഇതുണ്ടോ, ഇങ്ങനെ ആയാൽ മതി. ഇതെല്ലാ ഭാഗവും ഫ്രൈ ആവണം, അത് ശ്രദ്ധിക്കുക. മതി, ഇത്രയും ആയാൽ മതി. ഇനി ഒരുപാട് ആയാലും ഇത് കരിഞ്ഞു പോവും. പിന്നെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളൊന്ന് ഫ്രൈ ചെയ്ത് നോക്കണം. എണ്ണയുടെ കൂടെ കുറച്ച് നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഒരു വല്ലാത്ത ഫ്ലേവറാണ്, അടിപൊളിയാണ്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്,
അങ്ങനെയും ചെയ്യാം. ഞാനിത് സൺഫ്ലവർ ഓയിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നിട്ട് ഈ ബാക്കിയുള്ള 2 കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. ഇതാണ് ഉന്നക്കായുടെ ക്ലോസ് വ്യൂ. അപ്പോൾ എല്ലാവരും ഉന്നക്കായ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന പുതിയ പുതിയ റെസിപ്പീസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നാളെ ഒരു പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.